ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ 600 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീർ മുളക്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് 2 ടേബിൾ സ്പൂണ്. എന്നിട്ടെല്ലാം കൂടി നന്നായി കൈവച്ച് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1 കപ്പ് ചപ്പ്, 1 ക്യാരറ്റ്, 5 വലിയ ഉള്ളി, 3 തക്കാളി, 4 പച്ചമുളക്. ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പിടി മാറ്റി വെക്കുന്നുണ്ട്. ഉള്ളി നമുക്ക് പൊരിച്ചെടുക്കാനാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് ഉള്ളി വഴറ്റാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്യണം. ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം ഇത് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കോരിയെടുക്കാം. ഇപ്പം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഓണിയനൊക്കെ. ഇനി നമുക്ക് മസാലയിലേക്ക് കടക്കാം. അതിന് ആ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം ഇപ്പം ഏകദേശം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. എന്നിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ വെച്ച് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ഒരു പാൻ വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. കൂടുതലൊന്നും വേവിക്കണ്ട, ഒരു ഹാഫ് വേവിൽ വേവിച്ചെടുക്കാം. അതിനിടയിൽ നമുക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക.
ഏകദേശം മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. റോസ്റ്റ് ചെയ്ത് വെച്ച് ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഒന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് യൂസ് ചെയ്യാം. പിന്നെ ഒരു പിടി മല്ലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 1 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് വാഷ് ചെയ്ത് വരാം. അപ്പോൾ ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം മൂപ്പായി വരും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്ത് വരാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിപ്പോവും. ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന തോതിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കണത് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഒത്തിരി ചപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പ്രഷർ കുക്കർ നന്നായിട്ട് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വിസിൽ ഒക്കെ വന്നു, റൈസൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദമ്മിടാം. അങ്ങനെ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ഫസ്റ്റ് ലെയർ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിയില, കുറച്ച് ഓണിയന്, പിന്നെ 1 നുള്ള് ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പാണിത്.
ഇതും അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില ചേർക്കാം, പിന്നെ ഓണിയൻ ചേർക്കാം, പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു പിഞ്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി ഇത് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നുണ്ട് ഓയിലുണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ആവി പുറത്ത് വരാതെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ ദമ്മായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്.